അതിന്റെ അടുത്ത് വരും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അക്സോറ അല്ലെങ്കിൽ തെച്ചി ഇത്രത്തോളം ഭംഗിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അത് എവിടെയാണ് എന്താണെന്നൊക്കെ. അതെ, തൃശ്ശൂർ തന്നെ നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ താമരശ്ശേട്ടാച്ചൻ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊല്ലം നല്ല ഫ്ലവർ ഉണ്ട്, പക്ഷേ നമുക്ക് നല്ല ഫ്ലവർ ഉണ്ട്. അച്ഛൻ പറയുന്നത് ഈ പ്രാവശ്യം ഫ്ലവർ കുറവാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നും കാരണങ്ങൾ എന്താണെന്നൊക്കെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് മൊത്തം വാച്ച് ചെയ്യുമ്പോഴേ മോനെ ഒരു കാര്യം മനസ്സിലാവും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അതേമാതിരി പൂവില്ല. ഇതിൻ്റെ പ്രത്യേക കാരണം എന്താണ്, നമ്മുടെ കാലാവസ്ഥ ചതിച്ചു. അതെ, പക്ഷേ എങ്കിലും അത്യാവശ്യം ഫ്ലവർ ഉണ്ട്. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. അതാണ്. ഇനിയിപ്പം ഈ കഴിഞ്ഞ തവണത്തെ ഇതേക്കാൾ കുറച്ചുകൂടി ഇതാണ്. നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടും കൃത്യമായിട്ട് മനസ്സിലാവും, ഭംഗിയായിട്ട് കാണാം. ഇതിന് കുറച്ച് സമയം എടുക്കും. അത് അച്ഛൻ യൂട്യൂബ് ചാനലിൽ കാണാൻ ഭംഗിയായിട്ട് കാണാന്ന് പറയുമ്പോൾ ആളുകളുടെ ധാരണ എന്താ അറിയോ, വേറെ ആരുടെ ചാനലിലാ, അങ്ങനെയല്ല, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് വീഡിയോ. നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്. അതൊന്ന് രണ്ടാമത് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടാവുന്നു. ഇതിപ്പോ ഒരു കാര്യമുണ്ട്, ഒരു മാസത്തോളം കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ അടുത്ത് വരും. പക്ഷെ കഴിഞ്ഞ പോലത്തെ അത്ര എത്താൻ സാധ്യത കുറവാണ്. അതായത് അതിന് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അതൊരു അത്ഭുതം സംഭവിച്ചാണ്. കൃത്യമായി വന്ന് എടുക്കാനും സാധിച്ചു. അതും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ക്ഷണിക്കാൻ വന്നതാ. അതെ, അത് ഭയങ്കര വല്ലാത്തൊരു ഒരു ഭംഗിയായി സംഭവം. എന്തായാലും ആ വർഷത്തെ അത്ര ഇല്ലെങ്കിൽ ഇപ്രാവശ്യം ഇപ്പൊ നമുക്ക് സാധാരണ നമുക്കൊക്കെ കാണുമ്പോൾ ഇത് നല്ല ഫ്ലവർ ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് ആയിട്ടില്ല. ഇതെ, അച്ഛന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നമ്മളെടുത്ത വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പം രണ്ടും കൂടി താരതമ്യം ചെയ്താൽ മനസ്സിലാവും. യെസ്. അപ്പൊ എന്നിട്ട് നല്ലതാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റോടെ അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ഓക്കെ.